ഇമാമുന ഷാഫിഈ റളിയല്ലാഹു തആല ഇശാഇന്റെ ശേഷമല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. ഇശാ നിസ്കാരത്തിന് വാങ്ക് വിളിച്ചപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഉസ്താദെ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കിപ്പോ ജമാഅത്തിന് വരാൻ കഴിയില്ല, നിങ്ങൾ ജമാഅത്ത് നിസ്കരിച്ച് വന്നോളൂ, എന്നിട്ടൊക്കെ ഞാൻ മരിക്കുള്ളൂ. അതിന് മുമ്പ് ഞാൻ മരിക്കുന്നു, നിങ്ങൾ ബേജാറാകണ്ട, ഇശാ നിസ്കരിച്ച് വന്നോളൂ. ഇശാ ജമാഅത്ത് കഴിഞ്ഞ് അവർ വന്നു. ശിഷ്യന്മാർ ചുറ്റും കൂടി ഉസ്താദിനോട് വസിയ്യത്ത് ചോദിക്കുന്നു, വസിയ്യത്ത് നൽകുന്നു. ആ വസിയ്യത്തൊക്കെ നൽകിയ ശേഷം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ഒരു ചെറിയ മൗനത്തിലേക്ക് അങ്ങ് നീങ്ങുമ്പോഴേക്ക് ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ശിഷ്യന്മാർ യാസീനോത്ത് തുടങ്ങിക്കഴിഞ്ഞു. യാസീനോത്തിന്റെ ഇടയിൽ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വിടവാങ്ങുന്നു. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമുള്ള സന്ദർഭമാണ്. ഇൽമുമായി ജീവിതത്തിൽ നല്ല ബന്ധം സ്ഥാപിക്കണം, നല്ലോണം അറിവ് പഠിക്കണം, അറിവിനെ സഹായിക്കണം, അറിവുള്ളവരെ ബഹുമാനിക്കണം, അറിവിനെ സ്നേഹിക്കണം, മുതഅല്ലിമീങ്ങളെ വളർത്തണം. അത് ദീനിന്റെ വലിയൊരു ഖിദ്മത്താണ്.